ദൈവത്തിന്റെ അതിവിശ്വാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിലെ സ്വർഗ്ഗത്തിലെ കർത്താവ് എന്ന് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. കർത്താവ് നമുക്കൊരു വഴി തുറന്ന ദൈവത്തിന്റെ വചനം വിളിച്ച് പറയുന്നു, ആ വഴി അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവം ഒരു വാതിൽ നമ്മുടെ മുന്നിൽ അടച്ച അതും ആർക്കും അവരെന്തില്ല തുറക്കുവാൻ കഴിയുന്നില്ല. ഈ വചനം ഒറ്റ വചനത്തിനകത്ത് പ്രിയ ദൈവമക്കളെ നമ്മളെല്ലാം ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. നമ്മൾ പലപ്പോഴും ലോകത്തെയും മനുഷ്യരെയും ഭയപ്പെട്ടാണ് അല്ലയോ? ഇന്ന് പകലോർത്തോ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ അഭിഷക്തനാണ്, ഞാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ വിളിയുള്ളവരാ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. എന്റെ വാതിൽ ഒരു വ്യക്തിക്ക് അടയ്ക്കുവാൻ കഴിയത്തില്ല. എന്റെ തലമുറയുടെ, എന്റെ കുടുംബത്തിന്റെ നന്മയുടെ, അനുഗ്രഹത്തിന്റെ ഒരു വാതിലെ ഒരുവന്റെ വാക്കുകൾ കൊണ്ടോ, ഒരുവന്റെ നോട്ടം കൊണ്ടോ, ഒരുവന്റെ പ്രവൃത്തി കൊണ്ടോ, ഒരുവന്റെ ശക്തി കൊണ്ടോ അത് തടയുവാൻ കഴിയത്തില്ല. കർത്താവ് എനിക്കൊരു വാതിൽ തുറന്നാൽ അത് ഇന്ന് പകൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല എന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. എന്റെ ഫ്രണ്ടിലേക്ക് ഒരിക്കലും തുറക്കാതെ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ ഇന്ന് യേശു തുറക്കാൻ പോവാ. ആ വാതിൽ തുറന്ന് ആ വാതിൽ കൂടെ നീ കടക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ നന്മ അനുഗ്രഹം വാർത്തുന്നു. നിന്റെ കുടുംബത്തിനകത്ത്, തലമുറയ്ക്കകത്ത് ദൈവം ഇരട്ടിയായി പറയുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞു. തടയുവാൻ
ദൈവത്തിന്റെ വാക്കുകൾ പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ വാക്കുകൾ പ്രാപിക്കട്ടെ. എന്റെ ദൈവം വാക്ക് തുറക്കുവാൻ പറഞ്ഞല്ലോ. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നീ ആ വാക്ക് തുറന്ന് അകത്തോട്ടൊന്ന് നോക്ക്. ഇന്ന് പ്രിയ ദൈവജനമേ, കേൾക്കുന്ന ദൈവജനമേ, സഭയെക്കുറിച്ച് ദൂത് പറയുക. ദൈവം തുറക്കുന്ന വാതിൽ നിന്ന് അകത്തോട്ടൊന്ന് നോക്ക്. നിനക്ക് വെച്ചിരിക്കുന്ന എന്തൊക്കെയാണ് നീ കാണ്. വെച്ചിരിക്കുന്ന എന്തെന്നാണ് കാണ്. ഇത്രയും നാൾ നിനക്ക് മറച്ചു വെച്ച ചില ഇരുളിന്റെ അവസ്ഥ മാറി ഒരു നിധിയുടെ മുദ്ര ദൈവം തുറന്നു തന്നു. വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ പ്രവേശിക്കാൻ പോവുക. ആ വാഗ്ദത്തങ്ങൾ വാതിലിനകത്തിരിക്കുന്നത്. അടഞ്ഞു കിടക്കുന്ന വാതിലിനകത്ത് എന്തെന്നറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ ഇതുവരെ കാണാത്ത ഞെട്ടിക്കുന്ന ചിലത് കാണാൻ പോവുക. നീ ഇതുവരെ അനുഭവിക്കാത്ത ചില ഞെട്ടിക്കുന്ന കുടുംബത്തിലേക്ക് അനുഭവിക്കാൻ പോവുക. ദൈവം ഇങ്ങനെ തുറക്കുമ്പോ ഇങ്ങനെ എന്നെ അനുഗ്രഹിക്കുമോ? ദൈവത്തിന് അനുഗ്രഹിക്കാൻ ലിമിറ്റില്ല. ദൈവത്തിന് അനുഗ്രഹിക്കാൻ അളവില്ല. അളവറ്റ സ്നേഹം പകരുന്ന ദൈവം, അളവറ്റ അനുഗ്രഹം തരുന്ന ദൈവം ഇന്ന് പകൽ സഭയോട് ദൈവജനത്തോട് പറയുക, ദൈവം അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. ഇത് കർത്താവിന്റെ വചനം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, വിശ്വസിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്തുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് പ്രത്യാശയോടെ ദൈവത്തിന്റെ വചനത്തിനകത്ത് വിളിച്ചു പറയുന്നുണ്ട്, ദൈവനാമത്തിൽ നീ ഏത് ദേശത്ത് കാലൂന്നിയാലും ആ ദേശം നിനക്ക് അവകാശമാവും. അവിടെ നിന്റെ പ്രവൃത്തിയെ നടക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തമേ നടക്കത്തുള്ളൂ. എതിരെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പ്ലാനോ പദ്ധതിയോ നടക്കത്തില്ല. അവന്റെ ഒരു ആപചാരത്തിനും അതിനെ തടയാൻ പറ്റത്തില്ല. അവന്റെ ദുഷ്ടതകൾക്ക് അതിനെ തടയാൻ പറ്റത്തില്ല. ദുഷ്ടശക്തിയെ തകർത്തൊരു കാൽവരി ക്രൂശിൽ അവന്റെ തല തകർത്തൊരു ക്രിസ്തുവിനെ എന്റെ നായകനായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്നത്. എന്റെ നായകൻ എന്ന് പറയുന്നത് എന്തുവാ? ആ ദുഷ്ടശക്തിയുടെ തലയെ അവൻ കാൽവരി ക്രൂശിൽ തകർത്തു. അവന്റെ പേരിനെ തകർത്തു. അവന്റെ അധികാരത്തെ തകർത്തു. അവന്റെ പ്രാണികളെ തകർത്തു. ഈ നായകനെ എന്റെ ഭവനത്തിന്റെ നായകൻ, എന്റെ ഭവനത്തിന്റെ നായകൻ എന്റെ യേശു ക്രിസ്തുവാ. എന്റെ ഭവനത്തിന്റെ നായകൻ ക്രിസ്തുവാ. ആ ക്രിസ്തു എന്റെ ഭവനത്തിന്റെ നായകനാകുന്നു. ഒരു ദുഷ്ടശക്തിക്ക് ആ ഭവനത്തെ തോറ്റുവാൻ കഴിയത്തില്ല. അറിയുന്നു, യേശു എന്റെ നായകൻ. തലയില്ലാത്ത ദുഷ്ടശക്തി നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവജനത്തെ ദൈവമക്കളെ ചെയ്യുവാൻ കഴിയത്തില്ല. നീ പഠിച്ചാലും ദൂഷിച്ചാലും നിന്ദിച്ചാലും വൈകത്തിച്ചാലും അതൊന്നും ദൈവജനത്തെ ഏൽക്കത്തില്ല. ദൈവത്തിന്റെ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം പുറത്തു കൊണ്ടുവരുമോ അതിനെ തടയുവാൻ ഒരു ദുഷ്ടശക്തിക്ക് കഴിയത്തില്ല. ഇവ പ്രകടനത്തെ കൊണ്ടേറ്റത്, ആ പ്രകടനത്തെ കൊണ്ടേറ്റത് നിന്റെ തലമുറയെ ചേർക്കുന്ന നന്മകളെ കൊണ്ടേറ്റത്, നിന്റെ കുടുംബത്തിൽ വെച്ചിരിക്കുന്ന നന്മകളെ കൊണ്ടേറ്റത്, നിന്റെ കുടുംബത്തിനകത്ത് വെച്ചിരിക്കുന്ന പ്രവചനത്തെ കൊണ്ടേറ്റത്, ആത്മാവിനെ ആരാധിച്ച കൊണ്ടേറ്റത്, ശരീരങ്ങളുടെ മനസ്സുകൊണ്ട് കൊണ്ടേറ്റത്, ഇന്ന് പകൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി ആ പ്രവചനത്താൽ വെളിപ്പെടാൻ പോകുക. നിധിയാണോ? നിധി കാണാത്ത നിധി കാണാൻ പോവുക. Hallelujah. 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 സ്തോത്രം. Hallelujah. ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം സ്തോത്രം. നേരത്തെ ഒരു ഭാഗം വായിച്ചു. ആവർത്തന പുസ്തകത്തിൽ അതൊരു ഭാഗം വായിച്ചു. സാക്ഷ്യം പറയുമ്പോൾ വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാ? അപ്പൻ മക്കളെ ശിക്ഷിക്കും. അപ്പൻ മക്കളെ നീ ശിക്ഷിക്കും. ശിക്ഷിച്ച് ശിക്ഷനെ അനുഭവിച്ച് വളർന്ന തലമുറയെ അനുഗ്രഹപ്പെട്ടു. ശിക്ഷ ലഭിക്കാത്ത തലമുറ എന്നില്ല, അനുഗ്രഹപ്പെട്ടില്ല. ഇന്നത്തെ തലമുറയ്ക്ക് എന്തുള്ളത്? ഇന്നത്തെ തലമുറയ്ക്ക് എന്തുള്ളത്? ശിക്ഷയില്ല. ഏത് കോലാമ്പിച്ച് കാണിച്ചാലും വീഡിയോ എടുത്താൽ അതൊക്കെ പുറത്തിടുക. അയ്യോ എന്റെ കുഞ്ഞ് വലുത് ചെയ്തു. വെല്ലിപ്പനെ തന്നയ്ക്ക് വിളിച്ചാലും വലുത് ചെയ്തു. വെല്ലുമ്മയെ അമ്മ കളിയാക്കിയാലും, വെല്ലുമ്മയെ മറച്ചിട്ടാലും, വെല്ലിപ്പനെ ചീത്ത വിളിച്ചാലും, അല്ലെങ്കിൽ അപ്പനെ ചീത്ത വിളിച്ചാലും, അമ്മയെ ചീത്ത വിളിച്ചാലും സ്തോത്രം. പ്രായത്തിനനുസരിച്ചുള്ള സംസാരം മതി. അതിനപ്പുറത്തൊന്നും തലമുറയ്ക്ക് സംസാരം വേണം. പ്രായത്തിനനുസരിച്ചുള്ള തലമുറയ്ക്ക് സ്തോത്രം സംസാരം മതി. അതെങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്തൊന്നും ഉണ്ടായിരുന്നു ഇല്ലയോ? പ്രായത്തിനനുസരിച്ചുള്ള തലമുറ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രായമുള്ളവനെ
ബഹുമാനിക്കുമായിരുന്നു. പ്രായമുള്ളവരെ എന്ത് ചെയ്യുമായിരുന്നു? ബഹുമാനിക്കുമായിരുന്നു. ഇന്നലെ ഞാൻ ഒരു അച്ഛനെ കണ്ടു. ഒരു 10-25 വയസ്സ് കാണുമായിരുന്നു. ധനികനാണ്. ഞാൻ താമസിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള ധനിക ആഡംബരത്തോട് ജീവിക്കുന്ന ആളാണ്. ആഡംബരത്തോട് ജീവിക്കുന്ന ആളാണ്. അപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും, താഴോട്ട് മുറ്റത്തോട്ട് ഇറങ്ങി വരുമ്പോഴും പോർച്ചിലോട്ട് ഇറങ്ങി വരുമ്പോഴും അച്ഛൻ എന്നെ നോക്കി. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. നോക്കുമ്പോൾ ഞാൻ കൈ കാണിച്ച് സ്തോത്രം വെച്ച പുള്ളി പെട്ടെന്ന് ചെയ്തോ പുള്ളിയുടെ മോന്റെ പ്രായമുള്ളൂ. ഞാൻ പുള്ളിയുടെ മൂത്ത മോനും ഞാൻ ഒരേ പ്രായമുള്ളൂ. സ്തോത്രം എന്തുവാ ആ സ്തോത്രം വിളി കേട്ടു. ആരാ വിളിക്കുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? റെസ്പെക്ട് ചെയ്ത് പുള്ളി നേരെ അടുത്ത് എടുത്തു. പിന്നെ ആദ്യം ഉണ്ട് രാത്രിന്റെ പുള്ളി പിടിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഉടുപ്പെല്ലാം ക്ലിയർ ആക്കിയിട്ട് നേരെ അടുത്തോട്ട് വന്നു പരിചയപ്പെട്ടു, സംസാരിച്ചു. ഇന്നത്തെ തലമുറ ചെയ്യൂ. ഇന്നത്തെ തലമുറ ചെയ്യുമോ? വെല്ലിപ്പം വന്നത് ഇയാൾ തന്നെ തറയരി ഞാൻ കാത്തിലായിരിക്കാമോ? അത് പഠിപ്പിച്ചു വെച്ചേക്കുവാ. എന്തുവാ എന്ത് കോലാപ്പിച്ച് കാണുമ്പോ വീഡിയോക്കകത്ത് ഇടുക, വീഡിയോ അങ്ങോട്ട് എടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. ദേശത്ത് നാട്ടുകാർക്കോ ഇത് കണ്ട് കുറെ പേര് അങ്ങോട്ട് ചിരിയും കഴിയും. തലമുറയെ നിയന്ത്രിക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് നിയന്ത്രിച്ചോ. ചൊട്ടയിലെ ശീലം ഷൊടന വരെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കേണ്ട അടുത്ത് എന്ത് ചെയ്യണം? അട്ടി കൊടുക്കേണ്ടത് അട്ടി കൊടുക്കണം, കൊച്ചടി കൊടുക്കേണ്ടത് കൊച്ചടി, വടി കൊണ്ട് അടി കൊടുക്കേണ്ടത് വലിയടി. അമികാല സ്തോത്രം ഇച്ചിരി സ്തോത്രം അമികാല ചുടും. ഈ ശക്തമായിട്ട് സംസാരിക്കേണ്ടടുത്ത് ശക്തമായിട്ട് സംസാരിക്കും. ഈ ആൾക്കാർ കാണും, മറ്റൊരു കാണും. അതൊന്നും ചിന്തിക്കല്ല. കാര്യം എന്തുവാ? ഈ ചൊട്ടയിലെ ശീലമാ ചുടല വരെയും വളർന്നു വരും. അത് ഓർത്തോണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഭാവി നിനക്കത് ചോദിച്ചിഹ്നമായി. ആ പിതാവ് അങ്ങനെ എനിക്ക് ജീവിച്ച പിതാവിന്റെ ചെറുകാലം മുതൽ അവരുടെ മാതാപിതാക്കൾ അങ്ങനെ എനിക്ക് വളർത്തിയ ദൈവദാസന്മാരെ കാണുമ്പോൾ ദൈവദാസന്മാരോട് എങ്ങനെ ഇടപെടണം, ദൈവദാസന്മാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അവരെ എന്ത് ചെയ്ത് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ റെസ്പെക്ട്, ആ സ്നേഹം കാണിച്ച് എന്നോടല്ല കാണിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പദവിയോടെ കാണിച്ചു. അതിനകത്ത് ഞാൻ കളിക്കണ്ട, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അധികാരത്തിനോട് അത് കാണിച്ചു. ഞാനിപ്പോ ഓർക്കുക, നമ്മളെ പുതിയ തലമുറയ്ക്ക് എന്തില്ല? അതൊന്നുമില്ല. ഉണ്ടോ? ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വല്ല ലാപ്ടോപ്പോ മൊബൈലോ നോക്കിക്കൊണ്ടിരുന്ന വീട്ടിൽ ആര് കയറി വരുന്നത് നമുക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അവൻ കുരങ്ങനെന്തിരിക്കും, ഇതിരുന്ന് കളിച്ചോണ്ടിരിക്കും. കുരങ്ങന്റെ കൈ കുമാര കിട്ടി പറയാം, ഇത് കളിച്ചോണ്ടിരിക്കും. അവൻ വരുന്നവര് അതല്ല പഴയ ആൾക്കാർ അവിടെ വെച്ചിട്ട് റെസ്പെക്ട് ചെയ്യും, കൊടുക്കേണ്ട ബഹുമാനം. ഇതെല്ലാം ചെറിയ പ്രായം മുതൽ എന്ത് ചെയ്യണോ? പഠിപ്പിച്ചെടുത്തോണം. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കണം. കുഞ്ഞുങ്ങളുടെ സ്തോത്രം സംസാരമെല്ലാം നല്ലതാ, പക്ഷെ ഓവർ സംസാരം എന്തില്ല വേണ്ട. നമ്മള് സ്തോത്രം ഇന്ന് റിയാലിറ്റി ഷോയ്ക്കകത്തെല്ലാം നടക്കുന്നില്ല. ഈ സംസാരം വെച്ച് മുതലെടുക്കുക. അത് പലരും പരസ്യം കാണിച്ച് മുതലെടുക്കുക. അതിനനുസരിച്ച് ആ കുഞ്ഞിന്റെ ഭാവി എന്ത് ചെയ്യുക? ആരെ അനുസരിക്കാതെ വളരുമ്പോൾ സ്തോത്രം ലാസ്റ്റ് ഭാവിയിൽ എന്ത് ചെയ്യും? പല ദോഷങ്ങളും പ്രതികൂലവും ആ തലമുറയിൽ ഉണ്ടാവും. ലോകപരമായി ജീവിക്കണമെങ്കിൽ ഇതൊന്നും എന്തില്ല, ഒരു വിഷയമില്ല. സ്തോത്രം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്തോത്രം ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പണ്ട് നമ്മുടെ സഭ സന്തോഷിച്ചിട്ടുള്ളതാണ്. അതേപോലെ സന്തോഷം എനിക്കത് കേട്ടപ്പോൾ സ്തോത്രം ആലരിക ആ സ്തോത്രം ഫോൺ കോൾ കേട്ടപ്പോൾ അതിനകത്തുനിന്ന് കേട്ട വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. രക്ഷിക്കപ്പെട്ട് പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പുതിയൊരു മനുഷ്യനായി നീ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. എല്ലാ ജോലിയൊന്നും നിനക്ക് പറ്റത്തില്ല. എല്ലാ ജോലിയൊന്നും ആർക്ക് പറ്റത്തില്ല, നമുക്ക് പറ്റത്തില്ല. സ്തോത്രം ലോക മനുഷ്യൻ ജീവിക്കുന്ന പല ജോലികളിലും നമ്മൾ മാറിയേ പറ്റും. നമുക്ക് പറ്റുന്ന ചില ജോലികളെ എന്ത് ചെയ്യാവും? നമ്മൾ സ്വീകരിക്കാവും. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുക, സ്തോത്രം കീറിസിനെ ഇലക്ഷന് നിർത്താൻ വിളിച്ചു. ഇംഗ്ലീഷ് ഭാഷ നിൽക്കത്തില്ല. കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പേ മജുസിനെ വിളിച്ചത് നിൽക്കാൻ പറ്റില്ല. കാര്യം എന്തുവാ? ഇലക്ഷനിൽ നിന്ന് മെമ്പർ ആവാനല്ല ദൈവപൈതൽ നിന്നെ ദൈവം വിളിച്ചത്. നിനക്ക് ആ അധികാരവും അല്ല ദൈവം തന്നേക്കുന്നത്. അതിലും അപ്പുറത്ത് അധികാരം. ഒന്ന് ഞാൻ വിളിച്ചു പറയാം, നീ ചെയ്യേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോയോ?
പിന്നെ പാർട്ടി പറയുന്നത് ചെയ്തേ പറ്റത്തുള്ളൂ. പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടിയുടെ റെപ്രസെന്റേറ്റീവായിട്ട് നിർത്തി ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് എന്തൊക്കെ ലാഭം ഉണ്ടാവും, ആ ലാഭത്തിനെല്ലാം എന്ത് ചെയ്തതിന് പറ്റും? ആ സ്ഥാനാർത്ഥി നിന്നേ പറ്റത്തുള്ളൂ, ആ ജയിക്കുന്ന വ്യക്തി നിന്നേ പറ്റത്തുള്ളൂ, അതിന് കൂട്ട് നിന്നേ പറ്റുള്ളൂ. അത് ഞാൻ ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിന് മുമ്പ് എനിക്ക് തീരുമാനിക്കണം, ഇതെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. ദൈവമക്കൾ എവിടെ പോകണം, എന്ത് സഹകരിക്കണം, എന്ത് ചെയ്യണമെന്നെല്ലാം എന്ത് ചെയ്യണം, ഒരു വ്യവസ്ഥയുണ്ട്. ഇന്ന് പെന്തിക്കോസിനകത്ത് പല പാസ്റ്റർമാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സഭയ്ക്കകത്ത് പറഞ്ഞു കൊടുക്കും, നിന്നോ കുഴപ്പമില്ല, നമുക്കൊരു അധികാരം കിട്ടുന്നത് നല്ലതായിരിക്കും. ഈ അധികാരം നിന്നെ എന്ത് ചെയ്യത്തുള്ളൂ? നിത്യതയിൽ പുറത്തു കൊണ്ടുപോകത്തേ. നിത്യത നിനക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല ഈ അധികാരമുണ്ട്. അധികാരമുണ്ട്. ദൈവമക്കൾക്ക് പാർട്ടി അത് വ്യക്തിപരമായ കാര്യം, അതിനകത്തൊന്നും ഞാൻ ഇടപെടത്തില്ല. അതെല്ലാം ഒരുവന്റെ വ്യക്തിപരമായിട്ട് തന്നെ എനിക്കൊരു പാർട്ടിയുണ്ട്. പാർട്ടി ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു പാർട്ടിയെല്ലാം വേണം, അത് വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഇലക്ഷന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനല്ല ദൈവം. ഇലക്ഷന്റെ സ്ഥാനാർത്ഥിയാണെന്ന് വിളിച്ചാൽ നിനക്ക് പല കാര്യത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ണടച്ചേ പറ്റും. ആത്മീയ ജീവിതത്തിൽ കണ്ണടച്ചേ പറ്റും. അത് നിൽക്കാൻ പറ്റില്ല. പറഞ്ഞ ഓർക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും കാലം ദൈവത്തിന്റെ വചനം കേട്ട് പോയ ദൈവമക്കൾക്ക് അതിന് മറുപടി പറയാനുള്ള കൃപ ദൈവം കൊടുത്തേ ഓർക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുന്നു. പലരും നിർബന്ധിക്കും, പലരും പല ഓഫറുകൾ പറയും. ആ ഓഫറിലൊന്നും എന്ത് ചെയ്യല്ലേ, നമ്മൾ വീടല്ലേ. പിശാച് ഓഫർ പറയുന്നത്, ഏറ്റവും കൂടുതൽ ഓഫർ പറയാൻ ആരാണ് പറയാം? ഏറ്റവും കൂടുതൽ ഓഫറുമായിട്ട് കൊണ്ടുവരുന്നത് ആരാ? അപ്പോഴും നമ്മൾ ഓർക്കുന്ന നന്മയാണ്. സ്വന്തം അതുപോലെ അപ്പോഴും വിളിച്ച് ഒന്നുകൂടെ കുലിക്കും. ജോലിയൊന്നും ഇല്ലല്ലോ, ഒരു വരുമാനമാവത്തില്ല. ആ മോനെ, ഈ വരുമാനമല്ല നിനക്ക് വെച്ചിരിക്കുന്ന വരുമാനം. ഇത് ചീത്തവിളിയുടെ വരുമാനമാണ്, പ്രാക്കിന്റെ വരുമാനമാണ്. ഈ വരുമാനമല്ല ദൈവം വെച്ചിരിക്കുന്നത്. ദൈവം നിശ്ചയമായ ഒരു വരുമാനം വെച്ചിരിക്കുന്നത്. നീ ഇത് നഷ്ടപ്പെടുത്തിയാൽ ഇതിന്റെ 4 ഇരട്ടി ദൈവം തരും നിനക്ക് വരുമാനത്തിന്. ആർക്ക് തരാൻ പറ്റും? സ്തോത്രം. ഞാൻ പച്ചയ്ക്ക് പറയാറ്, എന്റെ സ്വഭാവം പറയാറ്, രാഷ്ട്രീയക്കാരെ കാണുന്നത് ഞാനൊരു വെറും നിരിഷ്ട ജീവിയാണ്. സത്യം പറയാം, ഇവന്മാരുടെ ഒരു വ്യവസ്ഥയില്ലാതെ ഇവിടെ സംസാരിക്കുന്ന അപ്പുറത്ത് ഞാൻ അപ്പനെ അപ്പാന്ന് വിളിക്കും, ആ വേറെത്തനെ വേണമെങ്കിൽ തള്ളേന്ന് വിളിക്കും, എന്ത് വേണമെങ്കിലും ഏത് രീതി വേണമെങ്കിലും കാല് പിടിക്കാൻ കഴിവുള്ളവന്മാരാണ്. ഇവന്മാരോട് വലിക്കത്തില്ല, ഒരു ഇഷ്ടമില്ല. ഇതിനകത്ത് എന്റെ തല പോയാലും എനിക്ക് കുഴപ്പമില്ല. സ്തോത്രം. ചില കൂട്ടുകാർ എന്നോട് വിളിച്ച് പറയാറുണ്ട്, നീ ശുശ്രൂഷകനായില്ലായിരുന്നെങ്കിൽ നീ കറക്റ്റ് രാഷ്ട്രീയക്കാരനാണ്. ഞാൻ അപ്പോഴും അവരോട് പറയാറുണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ ആവത്തില്ലായിരുന്നു. അപ്പോഴും പറയാ, അതിനുള്ള കഴിവ് നിനക്കുണ്ട്. ഞാൻ പറയാം, ആ കഴിവല്ല, കണ്ടല്ല എന്നെ ദൈവം വിളിച്ചത്, ഞാൻ ദൈവത്തെ മാത്രമേ ഉയർത്തത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും ഏത് ശുശ്രൂഷകന്മാരെ പോലെ നേതാക്കന്മാരെ സൂചിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. എനിക്കൊരു നേതാവേ ഉള്ളൂ, ഒരു ലീഡറേ ഉള്ളൂ, ഒരു ഗുരുവേ ഉള്ളൂ, അത് നസ്രനായ യേശു എന്ന് പറഞ്ഞ് ദൈവമക്കളെ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടവർക്ക് വോട്ട് ചെയ്തോണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തോണം, നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നു ചെയ്തോണം. അതിനകത്തൊന്നും ഞാൻ നിങ്ങളെ കുറ്റം പറയത്തില്ല. പക്ഷേ രാഷ്ട്രീയമായി നിങ്ങൾക്ക് എന്തില്ല ഒരു ബന്ധം. വോട്ട് ചെയ്യണം, നിങ്ങൾക്ക് ജീവിക്കുമ്പോൾ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു രാഷ്ട്രീയം വേണം, ഇല്ലേ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണം, അവരുമായിട്ട് സഹകരിക്കണം, എല്ലാം വേണം. പക്ഷേ ആത്മീയത വിട്ടുള്ള പോക്ക് പോകണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കെ കൊടുക്കാവും? അതുപോലെ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ദൈവസഭയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാഷ്ട്രീയക്കാരുണ്ട്, അവർക്ക് വേണ്ടി നിൽക്കുക. അത് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നുള്ളൂ. സ്തോത്രം. രാഷ്ട്രീയക്കാർക്ക് സ്തോത്രം, അവർക്ക് ദൈവവചനത്തിനും അല്ലെങ്കിൽ സഭകളെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്ന് പറഞ്ഞ് അവരെന്റെ ലീഡറല്ല, ആ പാർട്ടിയുടെ ലീഡറാ. എന്റെ ലീഡർ ഒരാളെ ഉള്ള ആരാ? ഇവർ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിൽ എനിക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി ആരിറങ്ങി വരും? ആ യേശോബനെ ഇറങ്ങി വന്നാലേ എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ? തൃപ്തിപ്പെടത്തുള്ളൂ. സ്തോത്രം. അതേപോലെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവ വചനത്തിനകത്ത് ശക്തമായിട്ട് പറയുന്നു, ദൈവം പറയുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കും. കർത്താവ് പറയുന്നു. പക്ഷേ ശത്രുക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്നും ആര് പഠിപ്പിക്കുന്നുണ്ട്? ദൈവവചനത്തിനകത്ത് പറയുന്നു. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസിയായിട്ട് വിശ്വാസത്തിന് അതിന്റെ സ്തോത്രം ജീവിതമില്ലാതെ ജീവിക്കുന്ന വിശ്വാസിയുമായി നിനക്ക് ഒരു ബന്ധവും പാടില്ലെന്നും ആര് പഠിപ്പിക്കുന്നുണ്ട്? വിശ്വാസത്തെ ഇറങ്ങി തിരിച്ചിട്ട് ഒരു വിശ്വാസ ജീവിതമായിട്ടും ഇല്ല. ലോകത്തെ എഴുകിച്ചേർന്ന അല്ലെങ്കിൽ ജഡീകനായിട്ട് ജീവിക്കുന്നവരുമായിട്ട് ഒരു ആത്മീയൻ എന്തില്ല? ബന്ധമില്ല. പക്ഷെ ഒരു ആത്മീയന് ജാതിയുമായിട്ട് ബന്ധവും, ജാതിയെ സഹായിക്കും, ജാതിയെ കരുതാം. പക്ഷേ ഒരു ജഡീയനെ കരുതാൻ
ജനിയനെ കരുതാൻ പാടില്ല. സ്തോത്രം. വിളവഴിച്ച് പെണ്ണും പിടിച്ച് സ്തോത്രം പൈസ ദിവ്യ പലിശയ്ക്ക് കൊടുത്ത് അമിത പലിശ മേടിച്ച് സ്തോത്രം കൊള്ള കുരുട്ട് പരിപാടികളെല്ലാം ലോകപരമായി ചെയ്ത് മറ്റുള്ളവരെ നശിച്ച് മറ്റുള്ളവരുടെ നാശത്തെ കണ്ട് സന്തോഷിച്ച് ഞാൻ ആത്മീയനാന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ജീവിക്കുന്നവരെ ജഡിയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കോണം. അവരെ ഒരിക്കലും ഒരു ആത്മീയൻ കൂട്ടുപിടിക്കാൻ പാടില്ല. ആത്മീയൻ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ നീ ഇതിന് അപ്പൊ പറയാം, അയ്യോ ഞാൻ ശത്രുക്കളെ സ്നേഹിക്കുമല്ലോ. ജഡിയനെ ജഡിയെന്ന് കാണുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത്. ജഡിയനെ ജഡിയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സഭയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അല്ലാതെ ജഡിയനെ ചേർത്ത് പിടിക്കുന്ന ആളുടെ എണ്ണോ വരുമാനത്തിനും വേണ്ടി ചേർത്ത് പിടിക്കുന്ന സഭയോ ആ വ്യക്തിയോ ആർക്ക് വേണ്ട? ഞാൻ എപ്പോഴും ദൈവസഭയിൽ പ്രാർത്ഥിക്കാറുണ്ട്, എന്റെ കയ്യിൽ ദശാംശം പൈസ വന്നാൽ അർഹതപ്പെടാത്ത പൈസ എന്റെ കയ്യിൽ വരണം. അർഹതപ്പെടാത്ത പൈസ എന്റെ പേരില് ഒരുത്തന്റെ കണ്ണുനീര് ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ടുവന്ന് എന്റെ കൈ തരല്ലേ, ആ പൈസ എനിക്ക് വേണ്ട. ആ ദശാംശം എനിക്ക് വേണ്ട. ആ ബന്ധം എനിക്ക് വേണ്ട. ആ വ്യക്തിമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. എനിക്ക് വരുന്നെങ്കിൽ നീതിയോടെ അവന്റെ സ്തോത്രം അവന്റെ അധ്വാന ഫലത്തിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്നത് മതി. അല്ലാതെ ഒന്നും ആരുടെ നീ വരല്ലേ, എന്റെ കൈ വരില്ല, അങ്ങനത്തെ ഒരു നന്മയോ അനുഗ്രഹവും ആർക്ക് വേണ്ട? എനിക്ക് വേണ്ട. സ്തോത്രം. ഇന്ന് പ്രിയ ദൈവമക്കളെ, കർത്താവ്, ഇത് ഞാൻ തുടക്കം പറഞ്ഞത് വേറെ ഒന്നുമല്ല, കർത്താവ് ഇന്ന് തന്നൊരു ദൂതാ പറഞ്ഞത്. നിന്റെ ഫ്രണ്ടിൽ അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ നീ പാർശ്വമിരിക്കുന്നു. ദൈവം നിനക്കൊരു വാതിൽ കാണിച്ചു. പക്ഷെ ആ വാതിൽ നീതിക്കുക അടച്ചു. ഈ വാതിലിന് അപ്പുറത്ത് എന്താണെന്ന് നിനക്ക് അറിയത്തില്ല. എന്താണെന്നറിയത്തില്ല. നമ്മുടെ സഭയ്ക്കെതിരെ സഭയ്ക്കകത്ത് ഒരു വാതിൽ വെച്ചേക്കോ, അടച്ചു വെച്ചേക്കോ. ദൈവത്തിന്റെ ആത്മാവനോട് വിളിച്ചു പറയുക, വിശാലമായ ഒരു ആരാധന ആലയം നിനക്കായി തുറക്കപ്പെടാൻ പോകുക. ഇന്ന് ദൈവത്തിന്റെ ദൂത പറയുന്നത്, തുടക്കം മുതൽ എന്നോട് പ്രാർത്ഥിച്ച കണ്ണുനീരിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ 10-12 വർഷത്തിൽ കണ്ണുനീരൊഴുക്കി കണ്ണുനീരിന്റെ മറുപടിയായിട്ട് ദൈവം വിളിച്ചു പറയുക, വിശാലമായ ഒരു ഹോൾ വെച്ചിരിക്കുക. അത് വെളിച്ചം കയറാത്തല്ല, വെളിച്ചം കൊണ്ട് നിറയുന്ന ഒരു ഇരുളില്ലാത്ത ഒരു ഒരു ഹോൾ ദൈവം നിനക്കായി തുറന്നു തരുക. ആ ഹോളിനകത്ത് പുറത്ത് നിനക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നീ ചിന്തിക്കുന്ന അപ്പുറമായി. നീ ചെറുതാ ചിന്തിച്ചെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, നീ ചിന്തിക്കുന്ന അപ്പുറമായി. അയ്യോ, ഇങ്ങനെയുള്ള ഹോളിനകത്ത് വെക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഹോള് കിട്ടുമോ എന്ന് പറയുന്ന രീതിയിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാക്കാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവിന്റെ പകരം വിളിച്ചു. അത്രയ്ക്ക് സൗകര്യത്തോടെ ആര് തരാൻ പോവാ? നമ്മുടെ കണ്ണുനീരിനും നിന്ദയ്ക്കും പരിഹാസത്തിനും ആര് മറുപടി തരാൻ പോവാ? കർത്താവ് മറുപടി തരാൻ പോവാ. നമ്മുടെ പ്രാർത്ഥനയുടെ പവർ എന്താണ്? സ്തോത്രം. ഞാൻ പണ്ട് മുതലേ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനൊരു ഹോള് കാണിച്ചാലും ഞാൻ കേട്ടില്ല, അതിലോട്ട് അടുക്കത്തില്ല. കാര്യം എന്തുവാ? അർഹതയില്ലാത്ത പോലെ ആഗ്രഹിക്കാൻ പാടില്ല. സ്തോത്രം. കർത്താവ് പറയുക, കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് നീ രാത്രി പകലും കണ്ണുനീരൊഴുക്കി ദൈവജനം ദൈവമക്കൾ ഓരോരുത്തരായി കണ്ണുനീരൊഴുക്കി ഉപവാസം ഇരുന്ന് ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം പറയുക, ഒരു വിശാലത തരാൻ പോവുക. അവിടെ നീ യോഗ്യതയില്ലെന്ന് പറയണ്ട, നിന്നെ യോഗ്യനാക്കിയിട്ട് ദൈവം കൊണ്ടിരുത്താൻ പോകുന്നത്. കാര്യം എന്തുവാ? ഇത്രയും വർഷം നിന്നെ ഓടിപ്പിച്ചത് ആ യോഗ്യതയ്ക്ക് വേണ്ടിയ, ആ നന്മയ്ക്ക് വേണ്ടിയ, അനുഗ്രഹത്തിന് വേണ്ടിയ. ഇത്രയും കാലം നീ ഇതിന്റെ മുന്നിൽ ദൈവജനമേ, ദൈവമക്കളെ, നമ്മൾ അനുഭവിച്ച, നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച, നമ്മുടെ കൂടപ്പുറത്തായ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച നിന്നയ്ക്ക് പരിഹാസത്തിനും അപമാനത്തിനും യേശു ഒരു മറുപടി തരാമോ? യേശു ഒരു മറുപടി തരാമോ? ഒരു പ്രോത്സാഹനം എഴുന്നേൽപ്പിക്കുക. ഒരു ചെക്കുമാറ്റം വരുക. ഒരു ചെക്കുമാറ്റം കൊണ്ടുവരാമോ? ആ ചെക്കിന് അപ്പുറത്ത് വേറെ ചെക്കില്ല. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, നീ ആഗ്രഹിച്ചതിന് അപ്പുറവും നീ നിലച്ചതിനും അപ്പുറമുള്ള ദൈവത്തിന്റെ എല്ലാം ആ ചെക്കിനെ കൊണ്ട് ആ രീതി ദൈവം നിനക്കായി ഉറക്കാൻ പോകും. പരിശുദ്ധാത്മാവിന്റെ ദൂത തുടക്കം മുതൽ പറയുന്ന ദൈവത്തിന്റെ ആലോചനകളും പ്രവചനങ്ങളുമായ വചനത്തിനകത്ത് ഇന്ന് സൂക്ഷിക്കാൻ എഴുന്നേൽപ്പം മുതൽ കർത്താവ് വെളിപ്പെടുത്തുന്ന
ഇറങ്ങിയെന്ന് മുതൽ പ്രതികൂലം, പ്രയാസം, പട്ടിണിയുണ്ട്, അവയാലും സ്തോത്രം, സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശാരീരിക വിഷയം ഉണ്ടായിട്ടുണ്ട്, മാനസിക വിഷയം ഉണ്ടായിട്ടുണ്ട്. ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നു. അയ്യോ, ഇതോടെ നിന്റെ കാര്യം പോയെന്ന് പിശാചപ്പുറത്തിരുന്ന് വാദിക്കുന്നു. സ്തോത്രം, കാല് വെക്കാൻ പറ്റുന്നില്ല, ശുശ്രൂഷിക്കാൻ എങ്ങനെ ഈ ആഴ്ച ശുശ്രൂഷിക്കും എന്നെല്ലാം പറഞ്ഞിരുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ ശക്തിയാൽ നിന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് വീട് പോയത്, തകർന്നു പോയത്, തകർന്നു വീട് പോയത്, ഇന്നത്തെ പേര് ഈ ലോകത്തിൽ കാണത്തില്ലായിരുന്നു. ഇന്നത്തെ പേര് ലോകത്തിൽ കാണുന്നതിന്റെ കാര്യം എന്തുവാ? ഈ പ്രതികൂലത്തിന്റെ മധ്യയിലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എന്റെ മേൽ അത്ഭുതം ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവ ജനത്തോട്, എനിക്ക് ദൈവമായിരിക്കുന്ന സഭയോട്, എന്റെ കൂടപ്പുറപ്പിന് മേലും അത്ഭുതങ്ങൾ നടക്കും. അവർ ഉയർത്തപ്പെടും, അവർ മാനിക്കപ്പെടും, അവരുടെ ദേശത്ത് അവർ മാനിക്കപ്പെടും, അവർ അനുഗ്രഹപ്പെടും. അനുഗ്രഹപ്പെടുന്നെങ്കിൽ സഭയും അനുഗ്രഹപ്പെടും. സ്തോത്രം, മറുപടി നൽകുന്ന ഒരു കർത്താവ്, അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്. സ്തോത്രത്തിന് പകൽ നോർത്തോ, ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും വേണ്ടി അവരെതിരെ അടയ്ക്കുവാൻ കഴിയില്ല. പക്ഷെ ദൈവം ഒരു വാതിൽ അടച്ചാൽ അത് ആർക്കും തുറന്നു പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ചിലരോട് ചോദിക്കും, ഇതെന്താ നിങ്ങളോട് മാത്രം എന്തോ സെന്റിമെന്റ്സ്, നിങ്ങളോട് മാത്രം എന്തോ സ്നേഹം? ആത്മീയനോട്ടെ ബന്ധപ്പെടത്തുള്ളൂ, ജഡീയമായിട്ട് ബന്ധപ്പെടത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഈ ജഡീകൻ എന്ന് പറഞ്ഞ ആരാ? ആത്മീയത്തിൽ വന്നിട്ട് ആത്മീയത്തിന് വില കൊടുക്കാതെ ആത്മീയ ഗോളത്തിനകത്തിരുന്ന് സ്തോത്രം ആത്മീയത്തിനെതിരെ നിൽക്കുന്നവരുടെ പേരാ ജഡീകൻ. അല്ല, ജാതിയുടെ പേരല്ല. ജാതിയെ ചേർത്ത് പിടിച്ചാൽ പിന്നെ ദൈവം സ്നേഹിക്കും. പക്ഷെ ജഡീകനെ ചേർത്ത് പിടിച്ചാൽ എന്ത് ചെയ്യത്തില്ല? സ്നേഹിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞ് ഒരു മേശക്കകത്തിരുന്ന് പോലും അവനുമായിട്ട് എന്ത് ചെയ്യല്ലേ? ആഹാരം ഭക്ഷിക്കില്ല എന്നാ പറയുന്നത്. അത്രയ്ക്ക് അടക്കപ്പെട്ടവൻ അവൻ എന്നാ പറയുന്നത്. സ്തോത്രം, അവനെല്ലാം കാണും, സഭയ്ക്കകത്ത് കാണും, പക്ഷെ അവനുമായിട്ട് എന്ത് ചെയ്യല്ലേ? ബന്ധം കൂടല്ലേ എന്ന് പറയും. അവരോടൊപ്പം തിരുവത്താഴം എടുക്കുന്ന കാര്യം കഷ്ടമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് സഭയ്ക്കകത്ത് ജഡീകനെ പുറത്തു കൊണ്ടുവരണം, ജഡീകനെ മാറ്റിയിരുത്തണം, എങ്കിലേ അവന് മനസ്സിലാവത്തുള്ളൂ ജഡീകനാണ്. ഇവനെ ചേർത്ത് പിടിച്ചേക്കോ. കാര്യം എന്തുവാ? നന്മ കിട്ടാൻ വേണ്ടി, അനുഗ്രഹം കിട്ടാൻ, ചില ലോക നന്മയ്ക്ക് വേണ്ടി. ആ ലോക നന്മ നിനക്ക് എന്ത് ചെയ്യും? നിനക്ക് നിന്റെ തലമുറയ്ക്കും ആ സഭയ്ക്കും അതെന്ത് ചെയ്യും? ഒരു ചോദ്യചിഹ്നമായി, അപമാനമായി, പരിഹാസമായി നിൽക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, സ്തോത്രം, സ്തോത്രം, ഇന്ന ആളുമായിട്ട് എന്താ സഹകരിക്കത്തില്ല. ജഡീകനാണെന്ന് എനിക്കറിയാം, ജഡീകനാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെയ്യത്തില്ല. എനിക്ക് അയാളോട് കൈ കൊടുക്കാൻ താല്പര്യമില്ല. അയാളോട് എനിക്ക് ശത്രുവായിട്ടും കാണുന്നില്ല. പക്ഷെ ഞാൻ മാറ്റി നിർത്തിക്ക് ഒരു അകൽച്ച വെച്ചിട്ടുണ്ട്, അതിലോട്ട് അടുപ്പിക്കത്തില്ല. അല്ല, അത് കാണുമ്പോൾ അവൾ ഉമ്മ അങ്ങ് ചിരിച്ചു പോകും. അതിന്റെ പേര് ജഡീകന്റെ അപ്പനാണ്. കാര്യം എന്തുവാ? കാണുന്നവനെല്ലാം കയറി കൊള്ളാം കൊള്ളാം, എന്തെന്ന് വിശേഷം എന്നല്ല പറഞ്ഞിട്ട് അപ്പുറത്ത് പറഞ്ഞിട്ട് ഓരോ തനിയുടെ കേട്ടോ. ഈ പറയുന്നവനെ ആർക്ക് വേണ്ട? ജഡീകന്റെ അപ്പനായിട്ട് വരുന്നു. ജഡീകന്റെ അപ്പനാണ്. ജഡീകന്റെ അപ്പനാവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ജഡീകനെ പോലെ ആവാൻ താല്പര്യപ്പെടുന്നില്ല. ജഡീകന്റെ അപ്പനാവാൻ താല്പര്യപ്പെടുന്നില്ല.
കാര്യം എന്തുവാ? ചിലർ പറയും അയ്യോ കാണുമ്പോൾ സൂപ്പിച്ചാൽ മതി. അയ്യ, ആ സൂപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? എന്നിട്ട് പറയും ശത്രുക്കൾ അങ്ങനൊന്നും അല്ല ശത്രുക്കളെ സ്നേഹിക്കുന്നേ. സ്തോത്രം. നീ അവനോട്ട് ബന്ധമില്ല, മാറ്റി നിർത്തിക്കോ. പക്ഷെ അവനെതിരെ നീ ഒരു കാര്യത്തിന് നിൽക്കട്ടെ. അവൻ അവന്റെ റൂട്ടിൽ പോയിട്ട് നീ നിന്റെ റൂട്ടിൽ പോകും. നിന്നെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത് പോകും. അവന്റെ കാര്യത്തിനകത്ത് ഇടപെടാനോ അവന്റെ രീതിയിലോട്ടോ നീ പോകാൻ നിൽക്കല്ലേ. കാര്യം എന്തുവാ? അതിനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാ? അമികാലിലെ വിശുദ്ധിയോടെ നിൽക്കുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ, കർത്താവിന് വേണ്ടി സാക്ഷിയായിട്ട് ജീവിക്കാനാണ് കർത്താവ്. അത് മാത്രം നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ പറയും അവൻ ഇത്രയും ചെയ്ത് അവനെ തൊടാത്തത്. ഈ തൊടാത്ത പറയുന്നതാണ് നമ്മുടെ വിഷയം. ദൈവം തൊട്ടോണ്ടിരിക്കുക. എന്നിട്ട് നീ പറയുന്ന കേട്ടോണ്ടാ ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവൻ എന്തുകൊണ്ടാ ഗഡിയുടെ അപ്പനാവാൻ പോകുന്നു? ഇവൻ എന്തിനാ അവനെ കുറ്റം പറയുന്നത്? നിന്നെ ഏൽപ്പിച്ചതിൽ നീ വിശ്വസനാവും. നിന്നെ ഏൽപ്പിച്ചത് വിശ്വസനാവും. നേരത്തെ വചനം കേട്ടു, നിഗളിയാവല്ലേ. കേൾക്കുന്ന നമ്മൾ എന്തോ ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ എപ്പോഴും താത്തോളം നമ്മൾ ചൂത്തയാണ്. നമ്മള് അയാൾ നിസ്സാരമാണ്. ഉയർത്തുന്ന ഒരു ദൈവം. ആരുയർത്തണം? നമ്മളല്ല ഉയരണ്ടേ. ആരാ ഉയർത്തണ്ടേ? നമ്മളെ ഉയർത്തുന്ന കർത്താവാണ്. അങ്ങനെ കർത്താവ് നമ്മളെ ഉയർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധി നമ്മൾ എന്ത് ചെയ്യണം? താഴ്ത്തുന്നെങ്കിലേ ആരും ഉയർത്തത്തുള്ളൂ. ദൈവം നമ്മളെ ഉയർത്തുന്നു. വായിച്ച വചനത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയായിരിക്കുന്ന 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരാം. പുസ്തക പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. വീട്ടിലെ ജോലിക്കാരികളെ പെണ്ണിൽ പത്രോസ് വന്ന് ദൈവജനം ഇരിക്കുന്ന ഭവനത്തിനകത്ത് മുട്ടിയപ്പോൾ അവൾ പത്രോസ് തിരിച്ചറിഞ്ഞു. അവൾ വാതിൽ തുറക്കാതെ ഓടി ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പങ്കുവരുമ്പോൾ അതുകൊണ്ട് അവളെ എന്ത് വിളിച്ചേ? നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾ തുറന്നിട്ട് പത്രോസ് കൊണ്ടിരുന്നായിരുന്നു ഇത് പറയത്തില്ല. പക്ഷെ അതിനകത്ത് വലിയൊരു പൊരുളുണ്ട്. എന്തുവാ? അങ്ങനെ പോയായിരുന്നെങ്കിൽ അവക്ക് പത്രോസിനെ വെളിപ്പെട്ടതായിട്ട് അറിയത്തില്ല. വെളിപ്പെട്ടാൽ അറിയൂ. ഒരാൾ വന്ന് അതുകൊട്ടി തുറന്നപ്പോ പത്രോസ് പോയി. പക്ഷെ തുറക്കാതെ തന്നെ അവർക്ക് എന്ത് മനസ്സിലായി? ഇത് പത്രോസാണ്. കാര്യമല്ലോ, ഇതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരെ പുറത്തു കൊണ്ടുവരാൻ? പത്രോസിനെ പുറത്തു കൊണ്ടുവരാൻ. ആ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവളാണ്. തെളിയിച്ചു കൊടുത്തു. കാര്യമല്ലോ, അതുകൊണ്ട് അവർക്ക് പത്രോസിന്റെ ശബ്ദം കേട്ടോടെ തിരിച്ചറിയാൻ പറ്റിയത് ഇത് പത്രോസ്. കാര്യമല്ലോ, പ്രാർത്ഥനയുടെ മറുപടി. പക്ഷെ ഈ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിന് മറുപടി കിട്ടിയത് അറിയത്തില്ല. ചില വ്യക്തിക്ക് എത്ര പ്രാർത്ഥിച്ചാലും മറുപടി കിട്ടിയത് എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. അതുകൊണ്ടാണ് മറുപടി അവരുടെ കരകളിലേക്ക് വരാറ്. മറുപടി കിട്ടിയെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി ദൈവം പറയാൻ പറ്റും. ദൈവം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന മുമ്പേ ഒരു കാര്യം പറയാം. നമ്മളെ മോന്റെ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ അവന് മറുപടി കിട്ടി എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചു. ആരുടെ അടുത്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്? യേശുവിന്റെ അടുത്ത്. എന്തും മാറ്റിത്തിരിക്കുവാൻ കഴിവുള്ള, എന്തിനു മേലും അധികാരമുള്ള തമ്പുരാനോട് ആര് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് മറുപടി കിട്ടിയെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് ആര് കേൾക്കുന്നത്? സ്വന്തത്തിലെ ദൈവം കേൾക്കുന്നത്. അല്ലാതെ കിട്ടുമോ എന്ന് പ്രാർത്ഥിക്കുന്ന അല്പവിശ്വാസിയെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. നമ്മൾ അല്പവിശ്വാസി എഴുതിയിട്ടുള്ള സമയത്ത് എത്ര എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം വെളിപ്പെടുത്തി ദൂതെല്ലാം പറഞ്ഞാലും ശരി അറിയപ്പെടും. അതിന്റെ പേരെന്തുവാ? അല്പവിശ്വാസി. ആ അല്പവിശ്വാസിയാണ്, ആ വിശ്വാസത്തെയാണ് ശത്രു കൊണ്ടുവച്ചിരിക്കുന്നത്. അതിനെയാണ് നസ്രനായ യേശുവിന്റെ നാമത്തെ ആയിരിക്കേണ്ടത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഈ പ്രതികൂലമെല്ലാം വന്നപ്പോഴും എന്റെ ഉള്ളിനകത്ത് ശബ്ദം സംസാരിക്കും, ദൈവം സംസാരിക്കും. ഈ കഴിഞ്ഞ ഒരു 2 മാസം കൊണ്ട് സ്വപ്നമാലിന്റെ എന്റെ കുടുംബത്തിൽ സ്വപ്നം ശ്രുതിക്ക് മക്കൾക്ക് അറിയാം ഞാൻ അനുഭവിക്കുന്നത്. കാല് നിലനിർത്താൻ പറ്റുന്നില്ല. സ്തോത്രം. അവർ കാണുന്നുണ്ട് ഞാൻ ചാടി മുടന്തിയെല്ലാം പറയുന്നത്. ഈ ഷിഫ്റ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിങ്ങനെ സ്തോത്രം. പക്ഷെ ഞാൻ ആരോടും എന്ത് ചെയ്തില്ല, അത് കാണിച്ചു കൊടുത്തിട്ടില്ല. അവർക്കറിയാം ഇതിന്റെ വേദന എന്താണ്, കുറച്ച് കഴിയുമ്പോൾ അനുഭവിക്കുന്നു. പക്ഷെ ഞാൻ എന്റെ സഭയ്ക്കകത്തും അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. പക്ഷെ എന്റെ ദൈവം എനിക്ക് ഉറപ്പാ എന്നെ ഒരിക്കലും അങ്ങനെ എഴുതില്ല. ഒരു പീരീഡ് കഴിയുമ്പോൾ എന്റെ ദൈവം പുറത്തു കൊണ്ടുവരും. സ്തോത്രം. അതിനനുസരിച്ച് എന്ത് ചെയ്തു?
സൗഖ്യം തരാൻ പറഞ്ഞു. ആദ്യമൊന്നും സൗഖ്യം തന്നില്ല. അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടില്ല. എനിക്കറിയാം എന്റെ മേൽ വാക്തത്വമുണ്ട്, ദൂതുണ്ട്. ദൈവമേ എന്നെ ഒരു മുടന്തനായിട്ട് അല്ലെങ്കിൽ സ്തോത്രം കാലുവേദനയുള്ളവനായിട്ട് ഇടത്തില്ല. എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് അതൊക്കെ ഒരു 75% ആ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടി. ചെറിയ ഇതേയുള്ളൂ, ചെറുതെല്ലാം വേണം എങ്കിലേ എത്തിയിട്ടുള്ളൂ. അങ്ങനെ അഹങ്കാരിയാ പോകുന്നത്. ചെറിയതെല്ലാം വേദന വേണം, ചെറിയ സാമ്പത്തിക വിഷയം വേണം, എങ്കിലേ സാമ്പത്തികത്തെ ദൈവം തരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കത്തുള്ളൂ. ചെറിയ ആഹാരം അതും ദൈവം തരുമ്പോഴേ ദൈവത്തിന്റെ ദൈവത്തുള്ളൂ മഹത്വം വരുത്തുള്ളൂ. ചിലപ്പോൾ ചമ്മന്തി ചോറുമായിരിക്കും, മതി സ്തോത്രം, അല്ല എങ്കിലേ ബിരിയാണി ദൈവം തരത്തുള്ളൂ. അറിയുക ഇച്ചിരി വേദനപ്പെടണം, കരയണം. സ്തോത്രം, ഹല്ലേലൂയ. ആ കരയണം. നേരത്തെ പറഞ്ഞതുപോലെ സ്തോത്രം, അപ്പൻ മക്കളെ ശിക്ഷിക്കും, ശിക്ഷിച്ചാണ് വളർത്തുന്നത്. അതേപോലെ ദൈവം മക്കളെ ശിക്ഷിക്കുന്നത്. അപ്പോഴ് അപ്പൻ്റെ സ്നേഹം ആര് തരുന്നത്? ദൈവം തരുന്നത്. കാര്യം എന്തുവാ? നമ്മളെ അപ്പൻ നമ്മളെ ശിക്ഷിച്ചാലും അപ്പൻ തരുന്നതിന്റെ സ്നേഹം ആര് തരും? കർത്താവ് തരും. അപ്പം മക്കളെ ശിക്ഷിച്ചത് മക്കളോട് എപ്പോഴും ദേഷ്യമുള്ളൂ. ആ സമയത്തുള്ള ദേഷ്യമുള്ളൂ. അത് കഴിയുമ്പോഴേ മക്കളെ സ്നേഹിക്കും, മക്കളെ കരുതും. സ്തോത്രം, അതിലും വലിയ കരുതൽ ആര് ചെയ്യുന്നത്? കർത്താവ് നമ്മളെ കരുതുന്ന കരുതൽ. ഇന്നിപ്പോ അവന് തിരിച്ചറിഞ്ഞു. സ്തോത്രം, ആ വേലക്കാരി സ്തോത്രം, ആ സഹോദരി, ആ പ്രിയപ്പെട്ട വെളിപ്പാടുള്ള സഹോദരി, അവർക്ക് സ്തോത്രമല്ലേ ആ വെളിപ്പാട് കിട്ടിയുള്ള ഓടിച്ചെന്ന വെളിപ്പാട് പറഞ്ഞപ്പോൾ അവർക്ക് അവളെ യജമാനന്മാർ അല്ലെങ്കിൽ യജമാനത്തിമാർ നല്ല വാക്കൊന്നുമല്ല പറഞ്ഞ അവളോട്. എന്ത് പറഞ്ഞേ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ട്. ഇന്ന് ദൈവത്തിന്റെ വെളിപ്പാടുകൾ വെളിപ്പെടുത്തുന്നവരെ എല്ലാം സ്തോത്രമാനെ ദൈവജനം എന്ന് പറയുന്നവർ സഹിതം എന്ന് പറയുന്നേ ഭ്രാന്തുണ്ടെന്ന് പറയുന്നത്. ഇന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യത്തോട് ദൈവമക്കളെ ഞാനൊന്ന് പറയട്ടെ. സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ മേൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് കുറ്റബോധം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? കുറ്റബോധം ഉണ്ടാവും. സ്തോത്രം, നമ്മളെ തന്നെ ഒന്നുകൂടെ കഴിയും. സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവല്ല നമ്മളെ മേൽ വസിക്കുന്നെങ്കിൽ നമുക്ക് ജഡമോഹം കൂടും, ജഡത്തോട് താല്പര്യം ഉണ്ടാവും, ജഡമോഹത്തോട് താല്പര്യം ഉണ്ടാവും, ആഡംബരങ്ങളോട് താല്പര്യം ഉണ്ടാവും. സ്തോത്രമല്ല, എല്ലാം വേണം, എല്ലാം വേണം. അത്യാവശ്യത്തിന് കാറ് വേണം, അത്യാവശ്യത്തിന് വീട് വേണം, അല്ലയോ? ഇതൊന്നും ഓവറാവണ്ട. ഭൂമി ജീവിക്കുമ്പോൾ ഇതെല്ലാം വേണം. ഇതൊന്നും ഓവറാവില്ല. ഓവർ എവിടെ ആവണ്ടേ? ആത്മീയത്തിലെ കാര്യം എന്തുവാ? അവിടെ ഒരു കൊട്ടാരം പണിയണം, അവിടെ ഒരു ഭവനം പണിയണം. ആ ഭവനം പണിയണം എന്ത് ചെയ്യണം? സ്തോത്രം, നമുക്ക് എന്ത് ചെയ്യണ്ടാവും? പരിശുദ്ധാത്മാവ് വേണം. ആ പരിശുദ്ധാത്മാവ് ഉള്ള കാലത്തോളം നമുക്ക് എന്ത് ചെയ്യും? എന്തിനും എന്ത് ചെയ്യും? ഒരു കുറ്റബോധം ഉണ്ടാവും. നമ്മൾ നമ്മളെ തന്നെ കഴിയും, താഴ്ത്തും. ആ കൊട്ടാരം കിട്ടാൻ വേണ്ടി, ആ ഭവനം കിട്ടാൻ വേണ്ടി നിത്യതയ്ക്ക് വില കൊടുക്കും. നിത്യത എന്ന് പ്രസംഗം മാത്രമേ ഉള്ളൂ, പറച്ചിൽ മാത്രമേ ഉള്ളൂ. നിത്യത പ്രാപിക്കണമെന്ന് ആർക്കും താല്പര്യമില്ല. ഇന്ന് പകൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ദൈവമക്കളോട് പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും. കർത്താവ് വേഗം വരാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? കർത്താവ് വേഗം വരാനാണോ ഇഷ്ടപ്പെടുന്നത്? എന്റെ മോൾ അങ്ങോട്ട് പോയുള്ളൂ, അവളൊരു നന്മ പ്രാപിക്കും, ചുമ കഴിയട്ടെ. അല്ലെങ്കിൽ എന്റെ മോൻ പഠിക്കുന്നേ ഉള്ളൂ, അവനൊരു നന്മ പ്രാപിക്കട്ടെ. സ്തോത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒന്ന് തട്ടി മുട്ടി എല്ലാം ഒന്ന് കയറി വരാൻ തുടങ്ങി, ഞാൻ ഇച്ചോട്ട് ഒന്ന് കയറി വരട്ടെ. ഇന്നത്തെ സഭ അതേ പറയത്തുള്ളൂ, ഇന്നത്തെ സഭ അതേ പറയത്തുള്ളൂ. പക്ഷേ ഈ സഭ ഉണ്ടാക്കുവാൻ ഇറങ്ങി തിരിച്ച പിതാക്കന്മാർ പറയുന്നത് എന്തോ അറിയോ? കർത്താവേ അങ്ങ് വേഗം വരണമേ, എന്നെ ചേർത്ത് കൊള്ളണമേ. അതാ 120 പേർ കൂടിയ സഭ, പെന്തക്കോസ്ത് സഭ, ആദ്യം കൂടിയ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്ന സഭ, മർക്കോസിന്റെ മാളികയിൽ കൂടിയ സഭ എന്ന് പറഞ്ഞതിനോട് അതിനകത്ത് ശക്തമേറിയ ഒരു ദൂത് പറയുന്നുണ്ട്. ഇന്ന് പ്രിയരെ മക്കളെ, നമ്മുടെ സഭയും നമ്മുടെ ഭവനവും മർക്കോസിന്റെ മാളിക പോലെ ആവണം. ഇത് പ്രാർത്ഥിച്ചു, എന്റെ ഭവനത്തെ മർക്കോസിന്റെ മാളിക പോലെ ആവണം, എന്റെ സഭയെ മർക്കോസിന്റെ മാളിക പോലെ ആവണം. മർക്കോസിന്റെ മാളിക മാത്രമായ പോരാ, അവിടെ നടന്ന ദൈവമൂർത്തി എന്റെ സഭയ്ക്കകത്ത് നടക്കണം. അവിടെ നടന്ന ദൈവപുരുഷന്മാർ, ദൈവമക്കൾ 120 വിശ്വാസത്തെ പോലെ എന്റെ വിശ്വാസമായി തീരണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതുകൊണ്ട്, അവരുടെ ജീവനെ പോലെ ഭയപ്പെടാതെ അവർ രഹസ്യമായി അവിടെ പ്രാർത്ഥിച്ചതുകൊണ്ട്, ലോകത്തിന്റെ ആഡംബരത്തിനോ ഉത്സവത്തിനോ ലോകപരമായുള്ള സുഖത്തിന്റെ പിന്നാലെ പോവാതെ അവർ രഹസ്യമായി മർക്കോസിന്റെ മാളികയിൽ 120 പേർ അപ്പോസ്തലന്മാർ
അവിടെ ദൈവത്തിന്റെ ആത്മാവെന്തി ഇറങ്ങി വരും. ദൈവത്തിന്റെ ആത്മാവെന്തി ഇറങ്ങി വരും. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ എന്തുവാ ഉള്ള ഗുണം? ഗുണം എന്തുവാ? പത്രോസ് യോഹന്നാനും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നങ്ങോട്ട് ബലപ്പെട്ട് കഴിഞ്ഞപ്പോൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ജന്മനാൽ സ്തോത്രം, ജന്മനാൽ അവ കാലിന് രണ്ടുപേർക്കും സാധ്യതയില്ലാതെ സ്തോത്രം സ്തോത്രം രണ്ടുപേർ ചുമന്നുകൊണ്ട് വന്ന് ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ പിച്ചക്കിരുത്തുന്ന സഹോദരന്റെ അടുത്തോട്ട് എന്നിട്ട് പറയുക, വെള്ളി പൊന്നു എനിക്കൊന്നും തരായില്ല. അവന്മാരൊറ്റ നോക്കി എന്തുവാ ഈ വരുന്നവര് എന്തെങ്കിലും ഇപ്പം വല്ലതും തരും. അപ്പോഴേ പത്രോസ് അവനെ നോക്കിയിട്ട് പറയുക, വെള്ളി പൊന്നൊന്നും തരാനില്ല, പക്ഷെ ഒരു കാര്യം തരാം. മർക്കോസിന്റെ മാലയെ ഞാൻ പ്രാപിച്ച ഒരു സാധനമുണ്ട്. നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വാ. 40 വയസ്സുള്ളവരെ ചാടി എഴുന്നേറ്റ് വാ. ഇതുവരെ അവൻ എഴുന്നേറ്റിട്ടില്ല. മറ്റുള്ളവർ നടക്കുന്നവർ അവൻ കൊതിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ അവൻ നടന്നു പോകുന്നത് ഓടിപ്പോകുന്നത് കണ്ട് കാലിന് നിയമം കൊടുത്ത ജനം കണ്ട് അവൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. അതേപോലെ എനിക്കൊന്നും അവൻ പറ്റുമോ? ഒരിക്കലും അവൻ പറ്റത്തില്ല. എന്റെ ജന്മം വീണ ഞാൻ ഇങ്ങനെ തന്നെ പോകുള്ളൂ. അല്ലടാ, അതിന്റെ ജന്മത്തിനകത്ത് അവൻ എഴുതി വെച്ചിരിക്കുന്ന എഴുത്തൊന്ന് മാറ്റാൻ പോവാ. നീ നടക്കാൻ പോവാ. നിന്റെ കാല് മറ്റുള്ളവരെ പോലെ അവൻ അതിൽ കുതിച്ച് കാണാൻ പോവാ, ഓടാൻ പോവാ, നടക്കാൻ പോവാ. ആ രീതിയിലേക്ക് ദൈവം നിനക്ക് സൗഖ്യം തരാൻ പോവാ. എന്തുവാ അവിടുന്ന് പ്രാപിച്ചൊരു സാധനമാണ് പറയുക, വെള്ളി കൊണ്ടൊന്നും തരായില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? അത് പ്രാപിച്ചെന്ന് പറഞ്ഞാൽ ധനവാനൊന്നും മാറി. പക്ഷേ ധനം കൊണ്ടോ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ ചിന്തയ്ക്കോ കഴിയാത്തത് ഇതിനകത്ത് തരാൻ പറ്റും. കാര്യം എന്തുവാ? ആ 40-40 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഓർത്തേക്കുന്ന എന്റെ ജീവിതം മൊത്തം ഇങ്ങനെയാണ്. എനിക്കിതേപോലെ നടക്കാൻ പറ്റുമോ? എനിക്കിതുപോലെ ഒന്ന് ഓടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്റെ ജീവിതം ഇങ്ങനെ പോകുന്നതാണ്. സ്തോത്രമാലയെ അവന്റെ ബുദ്ധിയുടെ കവിയുന്നതിൽ ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വന്നു. അവന്റെ ചിന്തകൾക്കും അപ്പുറമായി കടന്നു വന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വാതിൽ തുറന്നാൽ അതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ എന്റെ എല്ലാ വിഷയത്തിനും ഒരു പരിഹാരമുണ്ട്. എന്റെ എല്ലാ ചോദ്യചിഹ്നങ്ങൾക്കും ഒരു മറുപടിയുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് ഊതുവിളിച്ച് പറയുക. അവൻ പറയുക രോഗബന്ധനം നിന്റെ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ശരീരത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ ഇന്ന് പകൽ അറിയുക. നിന്റെ ഭവനത്തെ, നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന ചില ഭാഗം അഴിഞ്ഞു മാറുക. രോഗസൗഖ്യം നിന്റെ ശരീരത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. നിന്റെ കുഴിന്റെ അവസ്ഥ മാറട്ടെ, നിന്റെ കാലിന്റെ കൈയുടെ അവസ്ഥ മാറട്ടെ, വയറിന്റെ അവസ്ഥ മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ദൈവം
ആരാധിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത പറഞ്ഞേക്കുക ദൂത പറഞ്ഞേക്കുക സ്തോത്രം മർക്കൂസിന്റെ മാളി പോലെ എന്റെ ഭവനത്തിൽ എന്നെ ആ ഭവനമാക്കിയ പോലെ അവിടെ ഇറങ്ങിയ ദൈവത്തിന്റെ വ്യാപാരം എന്റെ കുടുംബത്തിനകത്ത് ഒന്ന് വെളിപ്പെടണം. അവിടെ സമ്പത്തല്ല പ്രാപിച്ചത്, നസറനായ യേശുവിന് കഴിയാത്ത ഒന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച ഏത് വിഷയത്തിനകത്തും പരിഹാരം ആ ദൈവത്തിന്റെ ആത്മാവിന് ശക്തിയെ പ്രാപിച്ചത്. ഇന്ന് പകല് സഭയ്ക്കകത്തും ദൈവജനത്തിന്റെ ഭവനത്തിനകത്തും ദൈവമക്കളുടെ ഭവനത്തിനകത്തും അതുകൊണ്ട് വെളിപ്പെടണം. താഴ്ത്തി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു, ഇതോ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. സ്തോത്രം. എനിക്ക് നല്ലോണം അറിയാവുന്ന സ്തോത്രം ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഒരു സാക്ഷി ഞാൻ പറയാം. സ്തോത്രം ഒരുപാട് കേട്ട് അറിഞ്ഞ സാക്ഷി. സ്തോത്രം. ഈ TPM സഭയ്ക്കകത്ത് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോഴും ഇനി ആരും ശുശ്രൂഷകളിലേക്ക് ഇറങ്ങിയാലും അവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സീനിയോറിറ്റി ആയവരുടെ ഡ്രസ്സുകളെല്ലാം കൊണ്ട് കഴുകുക, അവർ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുക, അവരുടെ ചെരുപ്പ് തുടച്ചു കൊടുക്കുക, അവർ പറയുന്നതെല്ലാം എന്തെയോ ചെയ്യുക. കറക്റ്റ് പറഞ്ഞാൽ ആദ്യം ചെല്ലുമ്പോഴേ അനുഭവപ്പെടുക. അങ്ങനെ ചെയ്താണ് ഇവരെ കോപ്പി കൊണ്ടുവരുന്നത്. ടൈം എടുക്കും. അങ്ങനെ ഒരു വ്യക്തി അവിടെ സൂക്ഷിച്ച വിലയ്ക്ക് വേണ്ടിയ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടിയ അപ്പോഴ് അന്ന് കിണറൊന്നുമില്ല, വലിയ കിണറൊന്നുമില്ല. അപ്പൊ തോട്ടിക്കൊണ്ട എന്ത് ചെയ്യട്ടെ, തുണി കഴിക്കണം. ഇവിടെ അടുത്ത് ഇപ്പം ഫേമസ് ആയ അവിസ്തോത്രം നമ്മൾ യൂട്യൂബിനകത്ത് നോക്കിയാൽ ഫേമസ് ആയ ടൂറിസ്റ്റ് ഏരിയ മീൻപിടുപ്പാറ എന്ന് പറയുന്ന തോടും ഞങ്ങളെല്ലാം കുടിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ പോകുന്ന സ്ഥലം. അവിടെ പോയി ഇദ്ദേഹം തുണി കഴുകുക, തിരിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോകുക, ഉണക്കുക, എല്ലാം തേച്ച് തിരിക്കി വെക്കുക, ചന്തയിൽ പോവുക, മീൻ കഴുകി. ഇതാണ് പുള്ളിയുടെ ജോലി. പുള്ളി കൊടുത്തിരിക്കുന്നത് ഒരു പിരീഡേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവർക്ക് പ്രൊമോഷൻ കൊടുത്ത് പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മൂപ്പനായിട്ടെല്ലാം വരാൻ പറ്റും. അവരുടെ ജീവിതം കണ്ട്, അവരുടെ ആത്മീയ ജീവിതം കണ്ടാണ് അവരെ കേട്ടത്. അപ്പോഴ് ദൈവം അവിടെ ചെന്നു. ഈ മുണ്ടെല്ലാം കഴിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ദിവസം കഴിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അന്ധനായ മനുഷ്യൻ അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, മുമ്പോട്ട് വരുന്ന വെള്ളമാണ്, വീഴും, ഇവർക്കൂടെ പോകുന്നു. അപ്പോഴ് പുള്ളിക്കാരൻ പറഞ്ഞ എന്നെ ഒന്ന് അപ്പുറത്തോട്ട് നാക്കി തരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, തുണിയെല്ലാം എവിടെ വെച്ചിട്ട് നേരെ അടുത്തോട്ട് ചെന്നപ്പോൾ പുള്ളിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിച്ചു, നീ അവന്റെ തലയിൽ കൈവച്ച് പാർട്ടി വിടുതൽ നടത്താക്കുക. അവിടെ കുറച്ച് ആൾക്കാരെല്ലാം പുള്ളിക്കാരൻ എന്ത് ചെയ്തു, തലയെ കൈവച്ച് നിമിഷം കാഴ്ച. ആ അന്ധനായ മനുഷ്യന്റെ ലോട്ടറി അടിച്ചു നോക്കി. അന്ധനായിട്ട് വന്നവൻ ഇപ്പുറത്ത് കിടക്കാമെന്ന് പറഞ്ഞു. വന്നുകൊണ്ട് ദൈവം തൊട്ട് എന്ത് ചെയ്തു, കുടുങ്ങി കാഴ്ചയെല്ലാം ലഭിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഈ പാർട്ടി ചാർത്ത് നിൽക്കാൻ മുപ്പതിനല്ലോ പാർട്ടിച്ച് ഞാൻ എന്നെ വന്ന് പാർട്ടിച്ച് ഞാൻ പാർട്ടിച്ചപ്പോഴെന്തുണ്ട് ഈ കയറി കണ്ണു കഴിച്ചുണ്ടായിരുന്നു. ഇതിന്റെ സംഭവം എന്തുവാ, പുള്ളിക്കാരന് നിൽക്കാൻ പറ്റുന്നു. പുള്ളിക്കാരന് സന്തോഷിക്കാൻ നിൽക്കാൻ പറ്റില്ല. പുള്ളി എന്തിന് ഈ ഡ്രസ്സെല്ലാം കഴിവാതെ എല്ലായിടത്തും പെട്ടിയിട്ട് നേരെ കൊണ്ടുവന്ന് മൂപ്പന്റെ കൊണ്ടുവന്നു. ഇനി ഞാൻ ഇതൊന്നും കരുതിയില്ല, ഞാൻ അങ്ങനെ സൗഖ്യമാക്കി കൊണ്ടുപോകാം. അങ്ങനെ സൗഖ്യമാക്കി ഇനി ഈ പണിയൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ എനിക്ക് പോസ്റ്റ് മാറ്റണം, എന്റെ പോസ്റ്റ് മേലോട്ട് കയറണം. മുഖം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യില്ല, പെട്ടിയെടുത്ത് ഇറങ്ങിപ്പോണം, നീ ഇവിടെ വേണ്ട ഇറങ്ങിപ്പോണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോവുക, എന്റെ പുറകെ പിന്നെ വിളിക്കും. അപ്പോഴേ മൂപ്പന്റെ താരമെന്ന് പറഞ്ഞു ദൈവം പ്രാർത്ഥിച്ചു, അങ്ങനെ സൗഖ്യമായി. അന്നത്തെ മൂപ്പന്മാർക്ക് കാഴ്ചപ്പാടുണ്ട്. ഇന്നത്തെ മൂപ്പന്മാരെന്ന് പറയും ഇരിക്കും മോനെ നിനക്ക് വേറെ പോസ്റ്റ് ചെയ്താന്ന് പറഞ്ഞു. അന്നത്തെ മൂപ്പൻ പറഞ്ഞു നിഗടിയാക്കിയതേ എനിക്ക് വേണ്ട, ഇറങ്ങിപ്പെടാന്ന്. അയാൾ പെട്ടിയെടുത്തോണ്ട് പോയി. അയാൾ ഭ്രാന്തനായി. പിന്നെ ശുശ്രൂഷയിൽ നിന്നായി എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി അന്ന് മുതൽ എന്ത് ചെയ്തു, മെന്റലാണ്. മറ്റേ ആൾ സാക്ഷ്യമുണ്ടാവും. രണ്ട് സാക്ഷ്യമാണ്. അതിന് ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. അയാൾ വന്ന് മൂപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ, ഞാൻ പാർശ്വം അങ്ങനെ സൗഖ്യമാണ്, എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. അപ്പോൾ മൂപ്പ ഒന്നുകൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ പറഞ്ഞു. ആ ഡ്രസ്സ് കഴിയുമ്പോൾ പോകുന്നതെല്ലാം നല്ലതാണ്. അങ്ങനെ കഴിയാതെ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവത്തുള്ളൂ. നന്മ അനുഗ്രഹിച്ച് എന്ത് ചെയ്യത്തുള്ളൂ, പുറത്തു വരത്തുള്ളൂ. അതേ
ഇതേപോലെ ഈ കൊട്ടാരക്കര ഭവനത്തിന് കൊട്ടാരക്കര എന്റെ ഏജിൽ ഞങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ച ഒരു പയ്യൻ, നല്ല കുടുംബത്തില് അപ്പനും അമ്മയും ടീച്ചറാണ്, അമ്മ ടീച്ചറാണ്, അപ്പൻ മലേഷ്യയിലെല്ലാം ഉള്ളത്, ഒരുപാട് സമ്പത്തുള്ള വീട്ടിൽ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഇവൻ ഞങ്ങളോടെല്ലാം മിക്കവാറും തരികയുടെ പരിപാടിക്കെല്ലാം ഉണ്ട്, ഞങ്ങളുടെ യൗവനത്തിനകത്തുള്ള തരികയുടെ പരിപാടിക്കെല്ലാം ഉണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇവൻ മനസ്സിലാക്കി അപ്പൊ ഇന്നോട് TPവിലേക്ക് ഇറങ്ങാൻ പറ്റും, കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, എല്ലാം വിട്ട് ഇറങ്ങിയത്. അങ്ങനെ ദൈവവിലയ്ക്ക് വേണ്ടി ഇറങ്ങി, ദൈവവിലയ്ക്ക് വേണ്ടി. സ്തോത്രം. ഇതേപോലെ അവൻ ആനപ്പുറത്തോട് ഈ കൊട്ടാരക്കര ടൗണിൽ ജനിച്ചു വളർന്നവനാണ്, ജീവിച്ചവനാണ്. അപ്പോഴ് ഇവന്റെ പേരിലുള്ള സ്വത്ത് വരെ സഭയ്ക്ക് എഴുതി കൊടുക്കും. ഇവന് കൊടുക്കാൻ പോകുന്ന വീതം വരെ സഭയ്ക്ക് എഴുതി കൊടുത്തു. നീ സഭയ്ക്ക് കൊടുക്കുക, നീ എന്തിനാ രണ്ടാണും ഒരു പെണ്ണും അവിടെ, ഇനി ബാക്കിയുള്ള സ്വത്ത് മതി, ഇങ്ങനെയുള്ളതെല്ലാം കൊടുക്കും. ഇനി അങ്ങനെ എല്ലാം വിട്ട് സൂക്ഷിച്ചു. സ്തോത്രം. ചില നാടുകൾ കഴിയുമ്പോൾ ഈ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ കൈ കൊടുത്തുകൊണ്ട് പോയി മീൻ മേടിക്കാൻ പോകുന്നത്, മലക്കറി മേടിക്കാൻ പോകുന്നത്. ഇവന്റെ വീട്ടിൽ ഇവൻ ജനിച്ചപ്പോൾ പോലും ഇവൻ പോയിട്ടില്ല. ഇവന്റെ വീട്ടിലെ ജോലിക്കാരോ അല്ലെങ്കിൽ ഇവന്റെ വീട്ടുകാരോ ആയിരിക്കും പോയി മേടിക്കുന്നത്. ഇവൻ ഇങ്ങനെ പോകുന്ന കണ്ടപ്പം ഇദ്ദേഹം ചെന്ന് പറഞ്ഞു, ഇതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. മൂപ്പൊരു കാര്യം, ഇവൻ ട്രാൻസ്ഫർ പോയി സ്ഥലത്തുനിന്ന് മാറ്റി. ഇവന് ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല, ഇവനെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യും. ആ അപ്പന്റെയും അമ്മയുടെയും അപേക്ഷ കേട്ട് ചെയ്തു അവനെ വേറെ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, ഇവൻ ടോപ്പിൽ വന്നു. വിദ്യാഭ്യാസം കൊണ്ട് കഴിവുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ടോപ്പി വന്നു. ടോപ്പി വന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് പോയി ഇതെല്ലാം കളഞ്ഞ. പിന്നെ ഞാൻ പറയാം, ചിലത് സഹിക്കേണ്ടത് സഹിക്കണം. നമ്മുടെ അപ്പന്റെ അമ്മയുടെ ഫ്രണ്ടിൽ സഹിക്കേണ്ടത് സഹിക്കണം. സുശേഷ വരെ എന്ന് പറയുന്നത് ചിലതെല്ലാം സഹിക്കാൻ പൊരുത്തപ്പെട്ടായിരിക്കണം ചെയ്യേണ്ടത്. വളരെ അല്ലാതെ നമ്മളെ മക്കളായിട്ട് സ്പെഷ്യൽ ഒന്നുമില്ല. ആ ഒറ്റ വാക്കാണ് ഇപ്പൊ പുറത്താണ്. ഇപ്പൊ ആ കുടുംബം ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട് ഏറ്റവും സ്റ്റോപ്പ് ചെയ്യുന്നിട്ട് അവൻ ദൂരെ കളഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? പോയി. അവനെന്ത് ചെയ്തു? തിരിച്ചു. മക്കളെ, കർത്താവിന്റെ വിളി എന്ന് പറയുന്നത് എന്തുവാ? അനുഗ്രഹം. ഞങ്ങളെ ഭവനത്തിനകത്ത് സ്തോത്രം ഇതേ സംഭവം പറഞ്ഞിട്ട് നമ്മൾ ബജറ്റിൽ കയറും. സ്തോത്രം. ഭവനത്തിനകത്ത് ഞങ്ങൾ രണ്ടുപേരാ ആ മക്കളാ. ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചു, ഈ വീട്ടിൽ ഒരാൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. എന്റെ എല്ലാം ഒരു 6ാം ക്ലാസ്സോ 7ാം ക്ലാസ് നമ്മൾ ചേട്ടത്തേരെ കണ്ട് 8 പോലെ അങ്ങനെ പഠിക്കുന്നു. ദൈവവേലയ്ക്ക് വന്നു. അപ്പോഴേ ഞങ്ങള് എവിടെ പോകുന്നത്? വലിയപ്പന്മാര് മുതൽ എവിടെ പോകുന്നത്? TPM. ഈ പ്രവാചകൻ ദൂതെല്ലാം പറഞ്ഞു കഴിയുമ്പോ ചേട്ടന്മാരുള്ളത്, നീ ഇറങ്ങിയാൽ മതി, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് ജീവിക്കണം, നീ ഇറങ്ങിയാൽ സുശേഷയുടെ മഹത്വം എനിക്ക് അറിയുന്നില്ല. ഞാൻ പറഞ്ഞു ഉടനെ അപ്പന്റെ വീട്ടും അമ്മയുടെ എനിക്ക് വയ്യ, ലാഭം പോയാൽ മതി, ഞാൻ തയ്യാറാം. അവൻ കല്യാണം കഴിച്ചിട്ട് അവൻ കുടുംബത്തിൽ നടത്താൻ പറ്റിയിട്ടുണ്ട്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യം. ഞാൻ തയ്യാറായതുകൊണ്ട് എനിക്ക് നല്ല കുടുംബജീവിതം കിട്ടി. ഞാൻ എവിടെ കൊണ്ട്? കർത്താവിന്റെ സന്നിധിയിലാണ്. ഇന്ന് പ്രിയ മക്കളെ, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ താഴ്ത്തി ഏൽപ്പിച്ച് കീഴ്പ്പെട്ട് ജീവിച്ചാൽ ദൈവം നിശ്ചയമായി ഒരു നാട് എന്ത് ചെയ്യും? നമ്മുടെ സഭ 10-12 വർഷത്തിന് മേലായി നമ്മുടെ സഭ നിന്ദിക്കപ്പെട്ടു, പരിഹസപ്പെട്ടു, അപമാനപ്പെട്ടു. എവിടെ പോയി ഇവരെല്ലാം വലിയ വലിയ വിശുദ്ധി പറയുന്നല്ലോ, ഇവർ എവിടെ പോയി എന്ന് പറഞ്ഞ് പലരും നമ്മളെ അകത്ത് വന്നിട്ട് പുറത്തു വന്നിട്ട് പുറത്ത് നിന്നുകൊണ്ട് നമ്മളെ പരിഹസിച്ചു, അപമാനിച്ചു. സഭ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത പറയുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, സഭയെ പുറത്തു കൊണ്ടുവരാൻ പോവുക, സഭയുടെ നിന്ന മാറ്റാൻ പോവുക, സഭയുടെ പരിഹാസം മാറ്റാൻ പോവുക എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ അനുഗ്രഹിക്കാൻ പോവാണെന്ന്. ഈ സഭജനത്തിരിക്കുന്ന ഓരോ കുടുംബത്തെ ഇതിനെ വിലകൊടുത്ത് നിങ്ങളെ പരിഹാസം അപമാനം എല്ലാം അനുഭവിക്കാൻ ഉടനെയോ സഭയോടൊപ്പം നിന്നെയോ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, ദൈവം അനുഗ്രഹിക്കാൻ പോവാണ്. Amen.
ഞാൻ ഓർക്കും, ആ സഹോദരി ഓടി കതവ് തുറന്ന് കൊടുത്തായിരുന്നെങ്കിൽ ആ സഹോദരി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കത്തില്ലായിരുന്നു. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് തിരിച്ചറിയുവാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലേക്ക് ഓടിച്ചെന്ന് അവൾ ആ ശബ്ദത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവര് പറഞ്ഞേക്കുവാ, നിനക്ക് ഭ്രാന്താണ്. ഇത് പ്രിയ മക്കളെ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, എന്തു വന്നാലും ദൈവത്തിന് വേണ്ടിയേ ജീവിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ പാടിയതുപോലെ എന്റെ ദൈവീയ സമ്പത്തായ എന്റെ ദൈവം എന്ന് നമ്മൾ പാടി ആരാധിച്ചതുപോലെ അപ്രകാരം ഇറങ്ങി തിരിക്കുന്ന ദൈവജനത്തെ നമ്മളെ നോക്കി പലരും നമുക്ക് ഭ്രാന്താന്ന് പറയും, ഇവന് വട്ടാണെന്ന് പറയും, ഇവനൊരു മന്ദബുദ്ധിയാന്ന് പറയും, ഇവന് കഴിവില്ലയോ എന്ന് പറയും. ഇതെല്ലാം കേൾക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം പറയുക, ഇവന്റെ എല്ലാം വായടച്ചോണ്ട് ശത്രുക്കൾക്കാകെ വേശ്യൊരുക്കുന്ന കർത്താവ് നമ്മളെ ഉയർത്തുമെന്ന് ദൈവത്തിൽ വിളിച്ചു പറയുന്നു. ആ ദൈവത്തിന്റെ ഉയർച്ച നന്മയിലേക്ക് എന്നെ കുടുംബത്തെ തലമുറയുടെ കുഞ്ഞുങ്ങളെ ദൈവം കൊണ്ടു നിർത്തുമെന്ന് പകരം ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു. ദൈവം നമ്മളോട് ടൂറ് പറഞ്ഞു, ദൈവം ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ നമുക്ക് ജോലി തിരക്കാം. നമ്മളെ മോനോ മോക്കോ അസുഖം ഉണ്ടെങ്കിൽ അപ്പനെ അസുഖം ഉണ്ടെങ്കിൽ ലീവ് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ദൈവം ഒരു സുവാസം എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉടനെ നമ്മളെല്ലാം എന്തുവാ, ഞാൻ ജോലിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, പോക്കിൽ വരുമ്പോൾ പ്രാർത്ഥിച്ചോളാം. അതൊന്നും അല്ല ദൈവത്തിന് വേണ്ടേ. ആ പറയുന്ന സ്പോട്ടിൽ തീരുമാനം എടുക്കുക, ഞാൻ ഇന്ന ദിവസം ഉപവാസം. അതെന്റെ ജോലി പോയാലും ജോലി പോയില്ലെങ്കിലും എന്നെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നെ ഒരിക്കലും കൊള്ളത്തില്ലെന്ന് പറഞ്ഞെടുത്തതെല്ലാം ഇതുവരെ ദൈവം ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജോലി പോകുന്നത് ജോലി പോകാത്തതല്ല വിഷയം. ഞാൻ ഉപവാസമിരിക്കാൻ പറയുന്നത് എന്റെ ദൈവത്തോട് ചേർത്തിരിക്കാനാണ് പറയുന്നത്. അത് യാത്രയിലോ ജോലിക്കോ എന്ന് വർത്തിക്കാനല്ല ദൈവം പറയുന്നത്. അപ്പൊ ജോലി പോകുന്നതിന്റെ വിഷയമല്ല. ഈ ജോലികളാക്കി വലിയ ജോലി തരുവാൻ എന്റെ ദൈവത്തിന് വഴി നൽകുക. സർവശക്തനായ ദൈവം എന്നെ ഇന്ന രാജ്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെ ഇന്ന ജോലി തന്നിരിക്കുന്നെങ്കിൽ അത് നിലനിർത്തുവാനും ആർക്കറിയാം, ദൈവത്തിനറിയാം. പക്ഷേ എനിക്ക് വാസ്തവം എന്ന് പറയുന്നത് എനിക്ക് പ്രാധാന്യമാണ്. കാര്യം വാസ്തവം ഇരുന്നാൽ മാത്രമേ ആ ദൈവത്തിന്റെ വിടുതൽ, ദൈവത്തിന്റെ നന്മ എനിക്ക് പ്രാപിക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തെ ആർക്ക് വേണ്ടത്? നസ്രനായ യേശുവിനെ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാ. പക്ഷെ ദൈവത്തിന് വേണ്ടി ഒരു ദിവസം വേർതിരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഉടനെ എക്സ്ക്യൂസ് പറയുന്നവനെ ദൈവത്തിന് വേണ്ട. എക്സ്ക്യൂസ് പറയുന്നവനെ ദൈവത്തിന് വേണ്ട. എക്സ്ക്യൂസിനെ മാറ്റി നിർത്തി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനെ ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ട. നമ്മൾ അപ്പോഴ് മറ്റുള്ളവരുടെ വേണ്ടി ഒരു ഭ്രാന്തനാവും, വട്ടനാവും, പൊട്ടനാവും, മന്ദബുദ്ധിയാവും, ആയിക്കോട്ടെ. പക്ഷെ ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് കേൾക്കുന്നത്? ദൈവത്തിന് വേണ്ടിയാ. നമ്മൾ ശക്തമായി ചില ദൂത് പറയുമ്പോൾ നമ്മൾ പൊട്ടനാവും, സ്വന്തമായ ചിലർക്ക് നമ്മളെ പരിഹാസം തോന്നും, അപമാനങ്ങളാണ്. പക്ഷെ ഇത് ആർക്ക് വേണ്ടിയാണ് സഹിക്കുന്നത്? ദൈവത്തിന് വേണ്ടി. ദൈവം പറഞ്ഞതാ ചെയ്യുന്നത്. ആ പറയുന്നത് ദൈവം പറയുന്നത് ചെയ്യുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടി. അവൻ നിശ്ചയമായി എന്ത് ചെയ്യും? വാഗ്ദത്തം പ്രാപിക്കും. സ്തോത്രം. വിശ്വസിച്ചാൽ ആ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ പറ്റും. ആ സഹോദരി ഓടി വന്നിട്ട് ഞാൻ ഓർക്കുക, ആ സഹോദരിയെ നിനക്ക് ഭ്രാന്തമെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിയുടെ മാനസികാവസ്ഥ എന്തുകൊണ്ട് ഇതേപോലെ നമ്മൾ പലപ്പോഴും ദൈവമക്കളായി നമ്മൾ പലപ്പോഴും സ്തോത്രം ദൈവത്തിന് ചില അള്ളപ്പാട്, ദൈവത്തിന് ചില ദൂതുകളും എല്ലാം കൊണ്ട് പറയുമ്പോഴും സ്തോത്രം അനുഭവിക്കുന്നത്. അതേപോലെ ആ ദൂതും പ്രവചനങ്ങളും നമ്മൾ പറയുന്നത് ഒന്ന് താമസിച്ചു കഴിഞ്ഞാൽ അതിലും അപ്പുറത്തെ വേദനയാണ് ആരനുഭവിക്കുന്നത്? നമ്മൾ അനുഭവിക്കുന്നത്. ഇല്ലയോ? മറ്റുള്ളവർക്ക് ഒരു പരിഹാസമാണ്. പകല് പ്രിയ ദൈവമക്കളെ, ദൈവം എന്തു പറയുന്നു അത് ചെയ്ത് ജീവിക്കുക. നിശ്ചയമായി ദൈവം തന്നെ പുറത്തു കൊണ്ടൊരു ദിവസമുണ്ട്, അനുഗ്രഹിക്കുന്ന ദിവസമുണ്ട്. അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ശക്തിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ദൈവം മാനിക്കും. അടുത്ത വാക്കുകൾ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാം. കണ്ടോ? അവൻ മുട്ടിക്കൊണ്ടിരുന്നു. അവൻ തുറന്നപ്പോൾ പ്രാർത്ഥിച്ച കൂട്ടം എന്ത് ചെയ്തു? ഇന്ന് പകല് ദൈവശബ്ദം നേരത്തെ പറഞ്ഞ നിഗടികളോട് പറയുമോ? ദൈവശബ്ദം ഞാനാ കേൾക്കുന്നത് എന്ന് പറയുന്ന ചിലവരോട് പറയുമോ? പല ശബ്ദവും നീ കേൾക്കുന്നില്ല.
നീ ഒന്ന് പറ, കർത്താവേ എനിക്കൊന്ന് കേൾക്കാനുള്ള ഭാഗ്യത, എനിക്കൊന്ന് കേൾക്കാനുള്ള ഭാഗ്യത, ഞാനൊന്ന് കേൾക്കട്ടോട്ട് എന്ന് പറ. ദൈവം നിശ്ചയമായി സംസാരിക്കുന്ന കേൾക്കാം. അല്ലാതെ ഞാൻ എന്നോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ. മൂക്കിനോട് ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ ചെയ്തില്ല സംസാരിക്കും. ആരോടാ സംസാരിച്ചേ? ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജോലിക്കാരി എന്ത് ചെയ്യണം? ജോലി ചെയ്തുകൊണ്ടിരിക്കണം, ഇവർക്ക് വേണ്ടിയുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. അവളോടാണ് സംസാരിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച് പത്രോസാണ്. ഇവിടെ പ്രാർത്ഥിച്ചതിന്റെ മറുപടി കിട്ടിയത് ആർക്കാ? വെളിപ്പെട്ട് കിട്ടിയത് അവർക്കാണ്. ഇന്ന് പ്രിയ മക്കളെ, സ്തോത്രം, സ്വയം ഉയർത്തുന്നവരെ എല്ലാം ആരുതാക്കുന്നു. അവരൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ നന്മ പ്രാപിക്കാൻ പറ്റില്ല. ഞാൻ പറയാം, ലോകത്തിന്റെ ഫ്രണ്ടിൽ നീ ഉയർത്തിക്കോ, ലോകപരമായിട്ട് നീ എന്ത് വരെ ചെയ്തോ, പക്ഷെ ദൈവസന്നിധിയിൽ നീ താഴ്ത്തി ഏൽപ്പിച്ചോണം. നീ താഴ്ത്തേണ്ട ആരെടുത്താ? ദൈവത്തിന്റെ കാര്യം എന്തുവാ? നീ മനുഷ്യന്റെ ഫ്രണ്ടിലല്ല നീ വിനയപ്പെടണം. ദൈവത്തിന്റെ സന്നിധിയിലാണ് വിനയപ്പെടണം. ദൈവസന്നിധിയിലാണ് ഏറ്റു പറയേണ്ടത്. ദൈവസന്നിധിയിലാണ് നീ ക്ഷമ ചോദിക്കേണ്ടത്. എങ്കിലേ ദൈവം ചെയ്യുന്നുള്ളൂ നിന്നെ അനുഗ്രഹിക്കുന്നു. ഒരു നിമിഷമൊക്കെ എല്ലാവർക്കും എഴുന്നേക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് എന്ന് പകലൊന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇന്ന് എന്റെ കുറവുകൾ, എന്റെ തെറ്റുകൾ, എന്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റു പറയുക. കർത്താവേ, ഇന്ന് പകൽ എന്നോടൊന്ന് ക്ഷമിക്കണം. കർത്താവേ, ഇന്ന് പകൽ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോവുക. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞതുപോലെ ചില അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ, ചില രോഗബന്ധനങ്ങൾ, അത് ശത്രു വെച്ചിരിക്കുന്ന രോഗബന്ധനങ്ങൾ, നിനക്കെതിരെ നിന്ന് വാദിക്കുന്ന ചില രോഗബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയാൻ പോവുക. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. നിന്റെ തലമുറയിൽ വെളിപ്പെടാൻ പോവുക. സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോവുക. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും, ഇന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ഓരോ ദൈവമക്കളോട്, ഇന്ന് ദൈവസന്നിധി ദൈവത്തോട് ചോദിക്കുന്ന ഓരോ കുടുംബത്തിനകത്ത് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ദൂത് വെളിപ്പെടാൻ പോവുക. ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുക. ആ ദൈവത്തിന്റെ കൃപയുടെ പകൽ വെളിപ്പെടാൻ പോവുക. എല്ലാ പാരമ്പര്യ അന്ധകാരങ്ങളും അഴിയട്ടെ. നിനക്കെതിരെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, അപമാനിക്കുന്ന ചില ബന്ധനങ്ങളിൽ പോകൽ പൊട്ടിമാറട്ടെ. ആ ദുഷ്ടാത്മ ശക്തിയുടെ സേനകളെ തളർത്തു മാറ്റട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടാട്ടെ. ഓരോ കുടുംബത്തിനകത്തും ആ ദൈവത്തിന്റെ ദൂതമോട്ട് ഇറങ്ങട്ടെ. ആ ദൈവത്തിന്റെ അനുഗ്രഹമോട്ട് ഇറങ്ങട്ടെ. ദൈവത്തിന്റെ അത്ഭുതമോട്ട് ഇറങ്ങട്ടെ. ആ ദൈവത്തിന്റെ അത്ഭുതമോട്ട് ഇറങ്ങട്ടെ. ആ ദൈവത്തിന്റെ കൃപയോട്ട് ഇറങ്ങട്ടെ. ആത്മസാന്നിധ്യത്തിന്റെ പകൽ വെളിപ്പെടാട്ടെ. പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തിന്റെ പകൽ വെളിപ്പെടാട്ടെ. ഓരോ കുടുംബവും ഇതേ ശിവന്റെ ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവിന്റെ കരത്തോടാട്ടപ്പ. ഓരോ കുടുംബത്തോടും വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. വ്യക്തിപരമായി ദൈവത്തിന്റെ ആലോചന വെളിപ്പെടാട്ടെ. വ്യക്തിപരമായി ദൈവത്തിന്റെ ആലോചന വെളിപ്പെടാട്ടെ. വ്യക്തിപരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങാട്ടെ. കർത്താവേ, ആ ദൈവശബ്ദം കേൾക്കുക. ദൈവം ഉടമ്പടിയായവൻ യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റതുപോലെ ഇന്ന് പകൽ നാസറനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എഴുന്നേൽക്കാൻ പോവുക. ആ ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്ന് പകലമൊന്ന് വെളിപ്പെടണം. ദൈവത്തിന്റെ കൃപയാലിന്റെ പകരം നടക്കട്ടെ. ദൈവത്തിന്റെ കൃപയാലിന്റെ പകരം നടക്കട്ടെ. നാഥനെ നോക്കട്ടെ. നാഥനെ ഞങ്ങൾ നോക്കുക. ആ നാഥനിലേക്ക് ഞങ്ങൾ നോക്കുക. ഇന്ന് കർത്താവിലേക്ക് ഞങ്ങൾ നോക്കുക. ഇന്ന് ഞങ്ങൾക്ക് മറുപടി നൽകുന്ന കർത്താവ് ഞങ്ങളുടെ മധ്യയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സ്തോത്രം. അങ്ങ് ഇറങ്ങി വന്നിരിക്കുന്ന സ്തോത്രം. ഇന്ന് പകരം ഞങ്ങളുടെ ദൈവം നൽകാൻ പോകുന്ന വിടുതലായ സ്തോത്രം. ഞങ്ങളുടെ അത്ഭുതം ചെയ്യാൻ പോകുന്ന സ്തോത്രം. ആത്മസാന്നിധ്യത്തിനായ സ്തോത്രം. ആ സന്തോഷം എന്ന് പകല്, ആ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പകല്, ഇന്ന് ദൈവത്തിന്റെ അത്ഭുതം എന്ന് പകല് ദൈവജനത്തിനകത്ത് വെളിപ്പെടാൻ സ്തോത്രം. ഓരോ കുടുംബത്തെ വ്യക്തിപരമായി ഇന്ന് കർത്താവ് സംസാരിക്കാൻ പോകുന്ന സ്തോത്രം. ഓരോ കുടുംബത്തിനകത്തും കഴിഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ.